ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജീരക സോഡയാണ്. നമ്മൾ സാധാരണ ബേക്കറികളിലും പെട്ടിക്കടകളിൽ നിന്നൊക്കെയാണ് വാങ്ങി കഴിക്കാറ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെർഫെക്റ്റായിട്ട് ബേക്കറിയിൽ നിന്നും മറ്റും കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യാതൊരു കളറോ മറ്റൊന്നും ചേർക്കാതെ തന്നെ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ജീരക സോഡ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ജീരകത്തിൻ്റെ ഒരു ലായനി അതിൻ്റെ സത്ത് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്കൊരു 1-2 ടേബിൾ സ്പൂൺ ജീരകം, നമ്മൾ ജീരക വെള്ളം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ജീരകം തന്നെ ഇട്ട് തിളപ്പിച്ച് ചെറുതായി ഒന്ന് വറ്റിക്കുക. ഭയങ്കരമായിട്ട് വറ്റിച്ചെടുക്കണ്ട, ചെറുതായി ഒന്ന് വറ്റിച്ചാൽ മതി. കാരണം ജീരകത്തിൻ്റെ സത്ത് ഒന്ന് ആ വെള്ളത്തിലോട്ട് ഇറങ്ങി കിട്ടുക, അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെ ജീരക വെള്ളം നല്ലോണം തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ അത് ഓഫാക്കി മാറ്റി വയ്ക്കുക, തണുപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് വേറൊരു പാത്രം ഇതുപോലെ അടുപ്പത്ത് വെച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതിനൊന്ന് തിളപ്പിച്ച് നേരത്തെ ചെയ്ത പോലെ ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കുക. അതൊരു പഞ്ചസാര ലായനിയാണ്. അങ്ങനെ നമ്മുടെ പഞ്ചസാര ലായനി തയ്യാറായി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി പഞ്ചസാര ലായനിയും ജീരകവെള്ളം തണുത്തതിന് ശേഷം നമ്മളൊരു ഗ്ലാസ്സിലോട്ട് ആദ്യം ജീരകവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിലോട്ട് നല്ലോണം തണുപ്പിച്ച സോഡ ഒഴിക്കുക, അത് മിക്സ് ചെയ്യുക. നമ്മുടെ ജീരക സോഡ റെഡിയായി. അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന പോലെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ യാതൊരു മായവും ഇല്ലാതെ വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു.